എങ്ങനെയുണ്ട് കേട്ടോ പടം? എങ്ങനെയുണ്ട്? നൈസ് പടം, നൈസ് പടം. ആസ്വദിക്കായാലും കിടിലം പെർഫോമൻസ്, ആ പയ്യനൊക്കെ ആയാലും പൊളി. മൊത്തത്തിൽ നൈസ് പടം. നല്ല എഡിറ്റിംഗ് ആയാലും നല്ല മ്യൂസിക് ആയാലും ഭുവൻ വസന്തയുടെ കിടിലം മ്യൂസിക്കാണ്. ഇപ്പം ദീപ് ആയാലും മറ്റേ നമ്മുടെ ദിവ്യപ്രഭ എല്ലാവരും പെർഫോമൻസ് ഒക്കെ ആയാലും കിടിലം പെർഫോമൻസ്. ബ്രോ നമ്മുടെ ആസിഫ് അലി കഴിഞ്ഞ 2 പടം 50 കോടി ആയിരുന്നല്ലോ, അപ്പൊ ഈ പടം ആ രീതിയിൽ എന്തെങ്കിലും ഇതാവോ? സാധ്യത ഉണ്ട് നല്ല, കാരണം ഇമോഷണൽ എത്ര ടച്ച് ചെയ്യുന്നൊരു മൂവിയാണ്. നല്ലതായിട്ട് ഹുക്ക് ചെയ്യുന്നുണ്ട് നമ്മളെ. ഒരിടത്ത് പോലും ലാഗ് അടിപ്പിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പടം ചെറിയൊരു പടം, ഒരു കൊച്ചു പടമാണ്, ഡ്യൂറേഷൻ ആയാലും കുറവാണ്, 2 മണിക്കൂർ തരത്തില്ല. അപ്പൊ അതുകൊണ്ട് അത്ര ഡിപ്പിംഗ് ആയിട്ടാണ് പടം പോയിക്കൊണ്ടിരിക്കുന്നത്. ആവശ്യമില്ലാത്ത ലാഗില്ല, കാര്യങ്ങളില്ല. ഇപ്പൊ ഇമോഷണൽ സീനൊക്കെ ആസിഫ് അലി അറിയാലോ, അത്ര ഇന്റൻസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആസിഫിക്കായും എല്ലാവരും നല്ല കിടിലനായിരുന്നു, അത്ര പറയാനുള്ളൂ. അനിയന്റെ അഭിനയം നല്ലായിരുന്നു, ആസിഫിക്കയുടെ പോലെ തന്നെ. അങ്ങനത്തെ എല്ലാം ഇഷ്ടമായിരുന്നു. അവസാനത്തെ ഒരു ഇതുവരെ ഞാൻ അറിഞ്ഞില്ല, ബാക്കി ഫുൾ എല്ലാവരും പോയി കാണണം, അത് ഫീൽ ചെയ്യണേ. ഇല്ല, ഇവന്റെ അത്രയും ചെയ്തില്ല, ഞാൻ കുറച്ച് ചെയ്യും. അവൻ ഫ്ലിപ്പ് ചെയ്യും, നോർമൽ ഫ്ലിപ്പ്. അതെനിക്കറിയത്തില്ല, ഇനി വരുമ്പോ നമ്മൾ അടുത്ത പടത്തിൽ വരും. വ്യത്യസ്തമല്ല, ഒരു ഫാമിലി പടം അങ്ങനെ വേണം പറയാം. പിന്നെ ഇതിൽ മെയിനായിട്ട് അഭിനയിക്കുന്നത് ആസിഫ് അലി നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദീപ് പറമ്പോളും ഇവർ രണ്ടുപേരാണ് മെയിനായിട്ട് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ ഇവരുടെ വൈഫൊക്കെ ദീപ് പറമ്പോളുടെ വൈഫായിട്ട് എനിക്ക് പേര് കൃത്യമായിട്ട് പറഞ്ഞില്ല, എന്തായാലും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ കൂടാണ്ട് ഒരു കൊച്ചുണ്ട്, ഒരു ജഫ്രോൺ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം ഈ പടത്തിലുണ്ട്. ആ കൊച്ചു നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഫാമിലിക്കൊക്കെ ധൈര്യമായിട്ട് കയറാവുന്ന ഒരു പടമാണ് കറക്റ്റ്. മലയാളികൾക്ക് നടക്കുന്നതും അവരുടെ ഇടയിലുള്ള റിലേഷനും എല്ലാം നല്ല രസകരമായിട്ട് സിനിമ പറഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൽ അഭിനയിച്ച ഈ ഒരു കുട്ടിയുടെ കഥയായിട്ട് ലൈഫായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ സിനിമ വരുന്നത്. അപ്പോൾ കുട്ടിയായിട്ട് അഭിനയിച്ച ഓർഹൻ എന്ന അതേ ക്യാരക്ടർ അതിഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം ആസിഫ് അലി നമുക്കറിയാം, ഇമോഷണലി നമുക്ക് നന്നായിട്ട് കൺവേ ആവുന്ന ഒരു താരമാണ് ആസിഫ് അലി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇങ്ങനെ സ്ക്രീൻ സ്പേസ് ചെയ്തിട്ട് ആ ഇമോഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു വർക്കാണ്. അത് ആ കുട്ടി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇമോഷണലി നന്നായിട്ട് കണക്റ്റ് ആവുന്ന ഒരു ഫാമിലി ഡ്രാമയായിട്ട് സിനിമ വന്നിട്ടുണ്ട്. പിന്നെ ഗോവിന്ദ് വസന്തയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത് ഈ സിനിമ നന്നായിട്ട് എലിവേറ്റ് ചെയ്തിട്ടുണ്ട് വേണ്ട രീതിയിൽ.